നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ബ്രസീൽ ടീമിൻ്റെ കോളപ്പ് ഇന്നാണ്. ഇന്ന് നെയ്മർ ജൂനിയർ കാർലോ അഞ്ചലോട്ടിയുടെ സ്ക്വാഡിൽ ഉണ്ടാകുമെന്നുള്ളതാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. ഏതായാലും അതിന് മുന്നോടിയായിട്ട് സാൻഡോസ് വേഴ്സസ് കൊറിന്ത്യൻസ് മത്സരത്തിൽ നെയ്മർ ജൂനിയർ ഒരു അസിസ്റ്റ് സ്വന്തമാക്കിയിരിക്കുന്നു. വമ്പന്മാരെ സാൻഡോസ് പൂട്ടിയിരിക്കുന്നു. 1-1 സമനില. സാൻഡോസിൻ്റെ ഗോൾ കണ്ടെത്തിയത് ഗാബിഗോളായിരുന്നു. മറുഭാഗത്ത് മെംഫിസ് ഡീപ്പായാണ് കൊറിന്ത്യൻസിനായിട്ട് ഗോൾ അടിച്ചത്. സാൻഡോസിൻ്റെ മൈതാനത്ത് വിലാ ബെൽമിറോയിൽ നടന്ന മത്സരത്തിൽ ഗാബിഗോളും നെയ്മർ ജൂനിയറും ചേർന്നുകൊണ്ടാണ് അവരുടെ മുന്നേറ്റങ്ങൾ നയിച്ചത്. മറുഭാഗത്ത് കായോ സെസാറും മെംഫിസ് ഡീപ്പായും ചേർന്നുകൊണ്ടാണ് കൊറിന്ത്യൻസിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചത്. കളിയുടെ 18-ാമത്തെ മിനിറ്റിൽ തന്നെ മെംഫിസ് ഡീപ്പായിലൂടെ കൊറിന്ത്യൻസ് ലീഡെടുത്തു. പക്ഷേ 21-ാമത്തെ മിനിറ്റിൽ നെയ്മർ ജൂനിയറുടെ അസിസ്റ്റിൽ നിന്ന്, അത് മൈതാന മധ്യത്ത് വെച്ച് അദ്ദേഹം പന്ത് ഗാബിഗോളിന് കൊടുക്കുന്നു. പിന്നെ ആ ബോളുമായിട്ട് ഓടിക്കയറുന്നു. രണ്ടുപേരും ഒരുമിച്ച് ഓടിക്കയറുന്നുണ്ട്. പക്ഷേ ഗാബിഗോൾ തന്നെ മനോഹരമായിട്ട് അത് ഫിനിഷ് ചെയ്തു. അങ്ങനെ 1-1 സമനില. പിന്നീട് മത്സരം പുരോഗമിക്കവേ ഇരുഭാഗത്തേക്കും നീക്കങ്ങളുണ്ടായി, അവസരങ്ങളുണ്ടായിരുന്നു സാൻഡോസിനും അതുപോലെ തന്നെ കൊറിന്ത്യൻസിനും. പക്ഷേ ഗോൾ വന്നില്ല. അവസാന ഘട്ടത്തിൽ പെട്രോണിക്ക് റെഡ് കാർഡ് കിട്ടിയതോടെ സാൻഡോസ് 10 പേരായിട്ട് ചുരുങ്ങി. എങ്കിലും പക്ഷേ ആ സമനില അതുപോലെ മെയിൻറ്റെയിൻ ചെയ്താണ് അവർ കളിക്കളം വിട്ടത്. ഇതോടുകൂടി ഇപ്പോൾ ബ്രസീലിയൻ ലീഗിൽ 6 കളിയിൽ നിന്ന് 8 പോയിൻറ്റുമായിട്ട് കൊറിന്ത്യൻസ് 7-ാമതാണ്. അതേസമയം 6 കളിയിൽ നിന്ന് 6 പോയിൻറ്റുള്ള സാൻഡോസ് 13-ാം സ്ഥാനത്താണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.